നമസ്കാരം. സിംപ്ലിഫൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ കഴിഞ്ഞ കുറേ എപ്പിസോഡുകൾ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ നല്ല രസകരമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കമൻസ് കിട്ടി. ആ കമൻസിന് ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ടീം അതിനകത്ത് കുറച്ച് കമൻസ് ചൂസ് ചെയ്തിട്ട് അതിന് ഉത്തരം തരികയാണ് ഈ എപ്പിസോഡിൽ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ചോദ്യം ഇങ്ങനെയാണ്: കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റിന് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും നല്ലൊരു വാലിഡ് ചോദ്യമാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും എല്ലാവരും പറയുന്നൊരു കംപ്ലൈൻ്റാണ്, നമ്മളെ ബിസിനസ് മാനേജ്മെൻറ്റ് BBA MBA ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഒരു ബിസിനസ് പോലും നടത്തിയ എക്സ്പീരിയൻസ് ഇല്ലല്ലോ എന്ന്. അതേപോലെ തന്നെ ഈ സൈക്കോളജിസ്റ്റ് കേൾക്കുന്ന പല കാര്യങ്ങളും അവർക്ക് പേഴ്സണൽ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ, പിന്നെ ഇവരെങ്ങനെയാണ് ഇത് ജഡ്ജ് ചെയ്യുക എന്നുള്ളത്. ഈ ചോദ്യത്തിന് രണ്ട് ഭാഗമായിട്ടാണ് ഉത്തരം തരേണ്ടത്. ഒന്ന്, എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ മൈൻഡ് കെയറിലെ കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റാണ്. അതിനുപരിയായി ആത്മസൂത്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറും കൂടിയാണ്. എത്ര നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നു ആ കമ്പനിയുടെ സ്ട്രെങ്ത് കൂടുകയും ചെയ്യും, അതുപോലെ അവരുടെ അച്ചീവ്മെൻറ്റ് റേറ്റും കൂടും. തൽക്കാലം വിടവാങ്ങുന്നു. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ. താങ്ക് യു.